മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. പാലാ ഭരണങ്ങാനം വിലക്കുംപാറ പാലത്തിനടിയിൽ കുളിക്കടവിൽ കുളിക്കാനിറങ്ങിയ അടിമാലി മുണ്ടക്കി സ്വദേശികളായ അമൽ കെ, ജോമോൻ, ആൽബിൻ ജോസഫ് എന്നിവരെയാണ് കാണാതായത്. സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഈ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? തെരച്ചിൽ രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ 2 വിദ്യാർത്ഥികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇവർക്ക് ഈ പ്രദേശത്തെ സംബന്ധിച്ച് മുൻപരിചയം ഉണ്ടായിരുന്നില്ല. ഭരണങ്ങാനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജർമ്മൻ ഭാഷ പഠിക്കാൻ എത്തിയതായിരുന്നു ഈ 2 വിദ്യാർത്ഥികൾ. ഒരാൾ അടിമാലി സ്വദേശിയും മറ്റൊരാൾ മുണ്ടക്കയം തെക്കേമല സ്വദേശിയുമാണ്. ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥികളെ കാണാതായതിനെ തുടർന്ന് ഫയർഫോഴ്സും കോട്ടയത്തു നിന്നുള്ള സ്കൂബ ടീമും ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള എമർജൻസി ടീമും നന്മക്കൂട്ടം എന്ന എമർജൻസി ടീമും ഉൾപ്പെടെ സംയുക്ത പരിശോധന നടത്തിയെങ്കിലും രാത്രി വൈകിയും ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്ന് തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ആ തെരച്ചിലാണ് ഇപ്പോൾ രാവിലെ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ ഇരുവരെയും കണ്ടെത്തുക എന്നുള്ളത് ഏറെ പ്രയാസമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ വേനൽ മഴയെ തുടർന്ന് മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ക്രമേണ ഉയർന്നിട്ടുണ്ട്. അതിനാൽ വലിയ ഒഴുക്കുമുണ്ട്. ഇതറിയാതെ വിദ്യാർത്ഥികൾ പുഴയിൽ ഇറങ്ങിയതാണ് ഒഴുക്കിൽപ്പെടാൻ ഇടയാക്കിയത്. എന്തായാലും രാവിലെ മുതൽ ഈ തെരച്ചിൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.